ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ബ്രെഡ് പക്കോടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ബ്രെഡ് പക്കോട ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൽ ചീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചീസ് ഇല്ലെങ്കിലും നമ്മളിത് മസാല തയ്യാറാക്കിയിട്ട് അത് സ്റ്റഫ് ചെയ്തിട്ട് മാത്രം അതിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരെണ്ണം കഴിച്ചാൽ മതി, മക്കളുടെ വയറ് നിറയും. അപ്പോൾ ഇവിടെ മക്കൾക്ക് പിന്നെ ചീസ് ഇഷ്ടമായ കാരണം ഞാൻ ചീസും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടായാലും ടേസ്റ്റാട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കണം. അപ്പം ഞാനൊരു മീഡിയം സൈസുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചെന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മളിത് മസാല തയ്യാറാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് പക്കോടയ്ക്കുള്ള മസാല തയ്യാറാക്കണം. അതിന് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിലിൽ ഉണ്ടാക്കുകയായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പെരിഞ്ജീരകം ആഡ് ചെയ്ത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അത് കടിക്കണത് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ മസാല ഇടുമ്പോൾ അതിൽ പൊടി ആഡ് ചെയ്താൽ മതി. ഇവിടെ കടിക്കണത് ഇഷ്ടമായ കാരണം ഞാനിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവാള മുഴുവൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റണോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്യണം. നമ്മത് സ്റ്റഫ് ചെയ്യാനുള്ളതായ കാരണേ നമ്മൾ പിടിക്കുമ്പോൾ അതിങ്ങനെ പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കേണ്ട സാധനമാണ്. അപ്പോൾ സവാള ഏറ്റവും ചെറുതാക്കി അരിയാൻ പറ്റുകയെന്ന് വെച്ചാൽ അത്രയും നന്നായി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സവാള നന്നായി ഇങ്ങനെ വാടി വന്നിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് പോലെ ഇങ്ങനെ കണ്ട ഇതേപോലെ വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തീ ഒന്ന് സിം ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി തീ സിം ചെയ്തിട്ട് നമുക്ക് പൊടികൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ആഡ് ചെയ്ത് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പെരിഞ്ജീരകം മുഴുവനോടായിട്ട് ഇടുന്നില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ പച്ചമുളക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ മീൻസ് ചിലവർക്ക് ഇങ്ങനെ പച്ചമുളക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്യണ കാരണം ഇങ്ങനെ പിടിക്കാൻ കിട്ടണത് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് പച്ചക്കുത്തൊക്കെ പോയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി അതിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോകണം. അതിന് ശേഷം വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുള്ള ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാണ്ട് വേവിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും വെള്ളം ഉണ്ടെങ്കിൽ. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഇപ്പം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു പുതിനയില ഒരു തണ്ട് പുതിനയില ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയിലയും മല്ലിയിലയും പുതിനയില ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുതിനയില ഒരു തണ്ടും മല്ലിയില കുറച്ചും കേട്ടോ. അത്
ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അത് നോക്കുക. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നന്നായി ഇളക്കണം. എന്താ വെച്ചാൽ ഇത് ഡ്രൈ ആയ കാരണം അവിടെ ഇവിടെ ഇങ്ങനെ ഉപ്പ് കെടുക്കും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല അവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഒന്ന് ചൂടാറണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ഇരുന്ന് അവിടെ ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കണം. അപ്പോൾ പുതിനയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പുതിന ഇല്ലെങ്കിൽ മല്ലിയില മാത്രമായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇത് എരിവില്ലാത്ത കാരണമാണ് ഞാൻ 2 എടുക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 1 മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത്, ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. ഓരോ സാധനങ്ങൾ ഇതേപോലെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് പെട്ടെന്ന് നമുക്ക് പണി എളുപ്പമാണ്. അപ്പോൾ ചട്നി ആയിട്ട് അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടലമാവും മൈദയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് ഞാൻ 1 ഗ്ലാസ് 250-ന് 1 ഗ്ലാസും 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട്, കടലമാവ് തന്നെ ആകുമ്പോൾ ഇവിടെ ഒരു കടലമാവിൻ്റെ ഒരു കുത്ത് വരും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദയും കൂടി ആഡ് ചെയ്തിട്ടുള്ള. മൈദ താല്പര്യമില്ലെങ്കിൽ കടലമാവ് മാത്രമായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ മോൾക്ക് കടലമാവ് മാത്രമാകുമ്പോൾ ഒരു ഇഷ്ടക്കുറവുണ്ടാകുക. കാരണം അതിന് പകരം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്, പെട്ടെന്ന് വെള്ളം നിറച്ചൊഴിക്കരുത് കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കണ്ടപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അധികം ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ അധികം ലൂസായിട്ടുള്ള പാടില്ല കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. ഇനി ഇത് നമുക്ക് സ്റ്റഫ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ്, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ചട്നി, ഇപ്പം നമ്മുടെ ചട്നി നമ്മൾ 2 പീസ് ബ്രെഡിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം കേട്ടോ. വെച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് സ്റ്റഫ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒന്നിച്ച് ഫ്രൈ ചെയ്താൽ മതി, അതാണ് നല്ലത്. ഇനി ഇത് ഓരോ പീസ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ചിങ്ങനെ ഒരുവിധം മുങ്ങിക്കെടുക്കണ വിധത്തിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ബ്രെഡ് അപ്പം ഞാൻ എല്ലാതും ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസ് എടുത്ത് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ബാക്കാക്കി ഇനി ഇതിലേക്ക് ഡിപ്പ് ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗവും നന്നായി ഡിപ്പാവണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചീസും ആ മസാലയൊക്കെ പുറത്തേക്ക് പോരും. ഇതിങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇങ്ങനെ നമുക്കൊന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊന്ന് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഈ ബാറ്റർ ഈ സൈഡിലൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ മറിച്ചിടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഒരു ഭാഗമായിട്ട് മറിച്ചിട്ടാൽ മതി. തീ പിന്നെ സിമ്മിൽ തന്നെ വെക്കുക, കൂട്ടരുത്. ഒരു മീഡിയം നമ്മൾ നല്ല ചൂടാക്കിയിട്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ സിമ്മിലാക്കുക കേട്ടോ.
അതിന് ശേഷം വേണം നമ്മളത് മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രെഡായ കാരണം കരിയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഒരു ഭാഗം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം ബ്രൗൺ നിറായുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും മുരിഞ്ഞോ എന്ന് നോക്കുക, അതിന് ശേഷം എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.